അലീന, അപ്പൊ നീ എന്റെ പേര് മറന്നിട്ടില്ലല്ലേ? എടാ ഫ്രോഡെ, അവസാനമായിട്ട് നിന്നോട് 2 വാക്ക് പറയാനാ ഞാൻ ഇന്ന് വിളിച്ചത്. എന്റെ മനസ്സിൽ ആദ്യം കടന്നു വന്ന പുരുഷൻ നീയായിരുന്നു. നിന്നെ മാത്രം ഓർത്തുകൊണ്ടായിരുന്നു എന്റെ കഴിഞ്ഞ 3 വർഷത്തെ ഓരോ നിമിഷവും. നീ എന്റേതാണെന്ന് പറഞ്ഞ ആ നിമിഷം എന്റെ ജീവിതത്തിൽ എല്ലാം നേടിയെന്ന് കരുതി ഞാൻ അഹങ്കരിച്ചു. പൊന്നുപോലെ എന്നെ വളർത്തിയ എന്റെ പപ്പായും അമ്മയും ഞാൻ വിഷമിപ്പിച്ചു. നിനക്ക് വേണ്ടിയല്ലേ അവരെ ഞാൻ മറന്നത്. എന്നിട്ട് നീ, നിനക്കെന്റെ ശരീരം മതിയല്ലടാ. അങ്ങനെ എല്ലാം കാമുകന് സമർപ്പിച്ച് ജീവിതം തൊലയ്ക്കുന്ന പെമ്പിള്ളേരെ കാണും. പക്ഷേ ഈ അലീനെ അതിന് കിട്ടില്ല. നിന്നെ സ്നേഹിച്ചതിന്, എൻ്റെ പേരൻസിന്റെ സ്നേഹം തള്ളിക്കളഞ്ഞതിന് ഞാൻ എന്നെ ശിക്ഷിക്കാൻ പോവാ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്റെ എല്ലാ വൃത്തികേടുകളും, നിന്റെ ചതിയുടെ എല്ലാ ഡീറ്റെയിൽസും എഴുതിയിട്ടാണ് ഞാൻ മരിക്കാൻ പോകുന്നത്. എൻ്റെ മരണശേഷം നീ അനുഭവിക്കും. അങ്ങനെ നീ സൂഹിക്കണ്ട. മനസ്സിലാടാ പട്ടി? എന്താടാ നീ ഒന്നും മിണ്ടാത്തെ? അലീന, പൊന്നുമോള് മരിക്കാൻ പോവാണോ? അതെന്തായാലും നന്നായി ചക്കര. പിന്നെ എൻ്റെ പേര് നിന്റെ സൂസൈഡ് നോട്ടിൽ ശരിക്കും എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? ക്രിസ്റ്റി എന്നല്ല, ക്രിസ്റ്റി ജോൺ, അങ്ങനെ മുഴുവനും എഴുതണം. ഈ ക്രിസ്റ്റിയുടെ പേരെഴുതി ആത്മഹത്യ ചെയ്തവരുടെ ലിസ്റ്റ് എനിക്ക് തന്നെ ഓർമ്മയില്ല. പിന്നാണ് നീ. ഒന്ന് പോടി പേടിപ്പിക്കാതെ. പിന്നെ നിന്റെ പുറകെ ഞാൻ നടന്നു. എടീ, കാണാൻ കൊള്ളാവുന്ന കൈ കാശും ജീപ്പും ബൈക്കും ഉള്ള സ്റ്റൈല് പയ്യന്മാരുടെ പുറകെ നിന്നെ പോലുള്ള പെണ്ണുങ്ങളും മണത്ത് നടക്കും. പിന്നെ നീ പറഞ്ഞതാ ശരി. ഞങ്ങളെ പോലുള്ളവർക്ക് നിന്റെയൊക്കെ മതി. അപ്പം നിനക്ക് കെട്ടാൻ പറ്റിയൊരു ചരക്ക് പോയി പണിയോക്കടി പുല്ലേ. പിന്നെ ഞാനിപ്പം നല്ല മൂഡില. നീ പോയ ഗ്യാപ്പില് വേറൊരു മണ്ടി പുറകെ കൂടിയിട്ടുണ്ട്. അപ്പൊ ശരി, ഗുഡ് ബൈ മൈ ഓൾഡ് സ്വീറ്റ് ഹാർട്ട്, ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ പീസ്ഫുൾ ജേർണി. ഹലോ ഹലോ, ഫോൺ കട്ട് ചെയ്ത പട്ടി. ദൈവമേ, ചാകാൻ പോവാന്ന് പറഞ്ഞിട്ട് മനസാക്ഷിയില്ലാത്ത തെണ്ടി. നിന്നെ ഞാൻ കാണിച്ചു തരാടാ, കാണിച്ചു തരാം. മതി, അവൻ്റെ ജീവിതം നശിപ്പിക്കാൻ ഇത് മതി.
ആദ്യം വിഷം കുടിക്കണോ അതോ കൈ മുറിക്കണോ? ഏതിനായിരിക്കും വേദന കുറവ്? ദൈവമേ, കൈ മുറിച്ച ചോര കണ്ട് എൻ്റെ തല കറങ്ങും. ഞാൻ എന്ത് ചെയ്യും? ഞാൻ സഹായിക്കാം. ഞാൻ സഹായിക്കാം നിന്നെ. ആരാ നിങ്ങള്? കാലൻ, നിന്റെ കാലൻ. ചാവാൻ വരുന്നവരെ സഹായിക്കുകയാണ് എന്റെ ജോലി. നിന്റെ കൈമുറിക്കാൻ ഞാൻ സഹായിക്കാം. വേണ്ട വേണ്ട, പോടാ പോടാ പ്രാന്ത. മനുഷ്യന്റെ മനസ്സമാവന്നിട്ട് മരിക്കാനും സമ്മതിക്കൂല. നാശം, മരിക്കാൻ സഹായിക്കുന്നു. പോ. നിനക്ക് പേടിയാണ് മരിക്കാൻ. ചോര കണ്ടാൽ നിന്റെ തല കറങ്ങുമല്ലേ? നിന്നെ ഞാൻ കൊന്നേരാടി. നിങ്ങളെന്നെ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ നിന്നെ സഹായിക്കാൻ പോവുകയാണ് മരണത്തിലേക്കുള്ള യാത്രക്ക്. കൈമുറിക്കുന്നതിനേക്കാൾ എളുപ്പം ഇവിടെയാണ്. എങ്കിൽ ഈ വിഷം നിന്റെ വായിൽ ഞാൻ ഒഴിച്ചു തരാം. നല്ല രുചിയായിരിക്കും. അയ്യോ, എന്നെ കൊല്ലല്ലേ. എന്റെ പപ്പയ്ക്ക് ആരുമല്ല, എനിക്ക് ജീവിക്കണം. നിനക്ക് മരിക്കണ്ടല്ലേ? നിനക്ക് അപ്പനും അമ്മയുണ്ട്, എന്നിട്ട് മരിക്കാൻ വന്നിരിക്കുന്നു. വല്ലവന്റെയും കൂടെ നടന്ന് ജീവിതം തൊലച്ചിട്ട് മരിക്കാൻ വന്നിരിക്കുന്നു. ഇല്ല, നിന്നെ ഞാൻ കൊല്ലും. നീ വേണ്ട, നിന്നെ ഞാൻ കൊല്ലും. പോയി ജീവിച്ചു കാണിക്ക്. നിനക്ക് എന്താകാമെന്ന് ഈ ലോകത്തിന് നീ കാണിച്ചു കൊടുക്ക. പോയി ജീവിക്ക്. ആരുമെന്നെ കേൾക്കുന്നില്ല, ആരുമെന്നെ അറിയുന്നില്ല, ആരുമെന്നെ കേൾക്കുന്നില്ല. ഞാനെന്ന സത്യം ഞാൻ എന്നറിയും, ഞാനെന്ന സത്യം ഞാൻ എന്നറിയും. അല്ലയോ പ്രപഞ്ച സൃഷ്ടാവേ, എന്നെ ആരും കേൾക്കുന്നില്ല, എന്നെ ആരും കാണുന്നില്ല, എന്നെ ആരും അറിയുന്നില്ല. ഹലോ ഹലോ, ഒന്ന് നിക്കണേ. എന്നെ ഓർമ്മയില്ലേ? നിങ്ങളാ അന്ന് മരണത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചത്. ഇതെന്റെ ഹസ്ബൻഡാ, ബിജോയ് എലക്സ് IAS. അലീന അങ്ങേപ്പറ്റി എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്രതീക്ഷിതമായി അവളുടെ ജീവിതത്തിലേക്ക് വന്ന മരണത്തിൽ നിന്നും അവളെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന അജ്ഞാതനായ ദൈവദൂതൻ. അങ്ങേ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഞാൻ പലതവണ ഇവിടെ വന്നിരുന്നു, അങ്ങേ കണ്ടില്ല.
ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. ഈ ജില്ലയുടെ കളക്ടറായി ഞാൻ ചുമതലയേൽക്കാൻ പോവുക. അതിനു മുമ്പ് അങ്ങേ വന്ന് കാണണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് സാധിച്ചു. എന്നെ ഞാനാക്കിയതിന്, എൻ്റെ ജീവിതം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നതിന് ഞാൻ എങ്ങനെ നന്ദി പറയും? അലീന, സ്വീറ്റ്സ് അദ്ദേഹത്തിന് കൊടുക്ക്. ഇന്നത്തെ നല്ല തുടക്കം ഇവിടുന്ന് തന്നെ ആകട്ടെ. ഇതെൻ്റെ കയ്യിൽ നിന്ന് കഴിക്കണം. എന്നെ അനുഗ്രഹിക്കണം. വന്നൂടെ ഞങ്ങളുടെ കൂടെ. ഇനിയുള്ള കാലം യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ സുഖമായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കാം. എങ്ങോട്ട് പോകുന്നു എന്ന് ഞാൻ അറിയുന്നില്ല, എവിടേക്ക് പോകുന്നു എന്ന് ഞാൻ അറിയുന്നില്ല. ആരും എന്നെ കാണുന്നില്ല, ആരും എന്നെ കേൾക്കുന്നില്ല. എങ്ങോട്ട് പോകുന്നു എന്ന് ഞാൻ അറിയുന്നില്ല, എവിടേക്ക് പോകുന്നു എന്ന് ഞാൻ അറിയുന്നില്ല. ആരും എന്നെ കാണുന്നില്ല, ആരും എന്നെ കേൾക്കുന്നില്ല. ബിജോയ്, ഞാൻ എങ്ങനെ ഈ കടം വീട്ടും? എൻ്റെ ജീവിതം തിരിച്ചു തന്ന ആ വലിയ മനുഷ്യനോട്. അലീന, സമൂഹം ഭ്രാന്തൻ എന്ന് വിളിക്കുന്ന ആ വ്യക്തിയാണ് നിന്റെ ജീവിതത്തിൽ ട്വിസ്റ്റായത്. ഇതുപോലെ നിന്റെ മുൻപിൽ വരുന്ന അനേകം ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ നന്മയുടെ ട്വിസ്റ്റുകൾ നൽകാൻ നിനക്ക് സാധിക്കും. അങ്ങനെ നിനക്ക് ആ കടം വീട്ടാം.